പലർക്കും ബോച്ചേട്ടിയെക്കുറിച്ച് അറിയുമെങ്കിലും അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇന്നത് നോക്കിയാലോ. ബോച്ചേട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ബോച്ചെ ഓടുന്ന ഒരു ചിത്രം. അതിൽ നമ്മൾ ഏറ്റവും മുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. സൈൻ ഇൻ, രജിസ്റ്റർ, 2 ഓപ്ഷൻ. അപ്പോൾ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഫുൾ നെയിമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ മകൻ്റെ പേരിലാണ് എക്സാമ്പിൾ കാണിച്ചു തരുന്നത്, കറക്റ്റ് അല്ല. അപ്പോൾ അത് നിങ്ങളുടെ ഒറിജിനൽ നെയിം കൊടുക്കുക. അതിന് താഴെ മൊബൈൽ നമ്പർ, ഒറിജിനൽ മൊബൈൽ നമ്പറും കൊടുക്കുക. അതിന് താഴെ ഒരു പാസ്വേഡ് കൊടുക്കണം. അതായത് പാസ്വേഡ് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. പിന്നെ 0 തൊട്ട് 9 വരെ അങ്ങനെ സംഖ്യകൾ ഏതെങ്കിലും വേണം. പിന്നെ ഒരു ചിഹ്നമോ അങ്ങനെ എന്തെങ്കിലും വേണം. അങ്ങനെ കുറച്ചൊക്കെ ഈ പറയുന്ന 5 കാര്യങ്ങളിൽ അതിൽ നമുക്ക് അതിനനുസൃതമായി ഒരു പാസ്വേഡ് നമുക്ക് കൊടുക്കാം. അത് കൊടുത്തു കഴിയുമ്പോൾ അതിന് താഴെ ഇത് കറക്റ്റായിട്ട് ഇത് കൊടുക്കുക. അതിന് താഴെ നമ്മുടെ ഇമെയിൽ ID ഏതാണ് എന്നുണ്ടെങ്കിൽ ഒറിജിനൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്തത് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സെലക്ട് സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്, അതായത് നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഷിപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ ആകുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ സെലക്ട് സ്റ്റേറ്റിൽ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് സ്റ്റേറ്റ് കേരള. അപ്പോൾ കേരള നോക്കുക. അപ്പോൾ അത് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ആ സെലക്റ്റിൽ നമ്മുടെ കേരള ഇങ്ങനെ മുകളിലേക്ക് താഴത്തേക്ക് കാണും. എല്ലാ സ്റ്റേറ്റുകളും ഉണ്ടാവും അതിൽ. നമ്മുടെ കേരളം കിടക്കുന്ന കണ്ടു. അപ്പോൾ ഞാനതിൽ ടച്ച് ചെയ്തു. അപ്പോൾ അതവിടെ വന്നു. അതിന് ശേഷം നമുക്ക് ഇതിൽ പ്രൂഫ് കൊടുക്കണം. ആ പ്രൂഫിന് ആധാർ കാർഡ് ആണ് മിക്കവാറും കൊടുക്കുക, അല്ലെങ്കിൽ പാൻ കാർഡ്. ഇതിലേതെങ്കിലും ഒരു പ്രൂഫ് കൊടുത്താൽ മതി. അത് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന രജിസ്റ്റർ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്റ്റർ ആയിക്കോളൂ.